രാവിലെ എനിക്ക് കുറച്ച് സമയം വേണം. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാ. ഞാനൊരു ആവശ്യത്തിന് എനിക്ക് മനസ്സിലാവും, നമ്മളാണെങ്കിൽ നിശ്ചയം കഴിഞ്ഞിട്ട് പോലും മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ലല്ലോ. ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാത്ത ഒരാളുടെ ശരീരത്തോടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് മനസ്സിലാവും, സോറി. എടോ, ഇത് തൻ്റെ പ്രശ്നമല്ല. എനിക്ക് സത്യത്തിൽ കല്യാണത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു. വീട്ടുകാരൊക്കെ കൂടി നിർബന്ധിച്ചോണ്ടാ. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞ് മാറും. ഇറ്റ്സ് ഓക്കെ, തൻ്റെ സമയം താൻ എടുത്തോളൂ. എത്രയും പെട്ടെന്ന് മാറട്ടെ. തനിക്ക് നല്ല ക്ഷീണമുണ്ട്, താനൊക്കെ കിടന്നോ. ഞാനിതൊക്കെ ഒന്ന് മാറ്റിത്തരാം. സോറി. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമായില്ലേ? ഇപ്പോഴും നീ രാഹുലും കൂടെ ഒട്ടും ഹാപ്പി അല്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവുന്നേ? എടി, ഞാൻ പറഞ്ഞതല്ല എല്ലാവരോടും. അപ്പോൾ എല്ലാവർക്കും നിർബന്ധം കല്യാണം കഴിഞ്ഞല്ല ശരിയാവുന്നു. എന്നിട്ടിപ്പോൾ എന്തായി? ഒരു പാവത്തിൻ്റെ ലൈഫാണ് ഞാൻ കളയുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നീ ചെന്ന് രാഹുലിനോട് എല്ലാം തുറന്നു പറ. നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് കുഴപ്പക്കാരനൊന്നുമല്ല പുള്ളിക്കാരൻ. അവൻ ഓക്കെയാ, ഞാൻ പറയാഞ്ഞിട്ടുമല്ല. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നതല്ല. നീ എന്താ രാഹുലി കാണിക്കുന്നേ? എന്ത് കാണിച്ചു? രാഹുൽ, എനിക്ക് കുറച്ച് സമയം തരാൻ ഞാൻ പറഞ്ഞതല്ലേ. എത്ര സമയം വേണം? കല്യാണം കഴിഞ്ഞ 4 മാസമായി. എനിക്ക് തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല. എന്താ നിന്റെ പ്രശ്നം? എനിക്ക് വേറെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം, ഞാൻ മാറിത്തരാം. അങ്ങനെയൊന്നുമില്ല, പക്ഷെ എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ടാ. എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ. എനിക്ക് ഗണിച്ചെടുക്കാൻ കഴിവൊന്നുമില്ല. നിന്റെ അച്ഛനെ വിളിക്കാം, അച്ഛനെ വിളിച്ചിട്ട് പറയാം മോക്ക് നിന്റെ പ്രശ്നം ഉണ്ടോന്ന്. ഡിവോഴ്സോ എന്താന്ന് വെച്ചാൽ അപ്പം തീരുമാനിക്കാം. അതല്ലോ നിനക്കും വേണ്ടത്. ഞാൻ പറയാം. കുടിക്ക്. എടോ, തന്നോട് എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞ് താൻ എന്നെ ടേക്ക് കെയർ ചെയ്തത് അതുപോലെ തന്നെയാണ്. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഓർക്കും തന്നോട് ഒന്നെല്ലാം പറയാന്ന്. പക്ഷെ തൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ ധൈര്യം പോവും. പക്ഷെ ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ തനിക്കറിയാലോ, എൻ്റെ അപ്പയും അമ്മയും ജോലിക്കാരായിരുന്നു. എന്നെ നോക്കാനോ എൻ്റെ കൂടെ ഇരിക്കാനോ ഒന്നും അവർക്ക് സമയം കിട്ടിയിട്ടില്ല എന്നല്ല, അവരതിന് നോക്കിയിട്ടില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ വെക്കേഷൻ സമയത്തൊക്കെ ആ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി പോകും. അപ്പയമ്മയും പോയി കഴിഞ്ഞാൽ എന്നെ നോക്കിക്കൊണ്ടിരുന്ന അപ്പുറം വീട്ടിലെ ഒരു ചേച്ചിയാണ്. ആ ചേച്ചിക്ക് 2 മക്കളായിരുന്നു, അബി, ഹരിയേട്ടനും. അബി എൻ്റെ കൂടെ പഠിക്കുന്നത്. ഹരിയേട്ടനാണ് എഞ്ചിനീയറിങ്ങിന്. അപ്പയമ്മയും പോയി കഴിയുമ്പോൾ അബി ഹരിയേട്ടനും കൂടി വീട്ടിലേക്ക് വരും, TV ഒക്കെ കാണാനായിട്ട്. എൻ്റെ വീക്ക്നെസ് അറിയാവുന്ന ഒരാൾ, എൻ്റെ ഒറ്റപ്പെടൽ അറിയാവുന്ന ഒരാൾ ഏതോ ഒരു സമയത്ത് പുള്ളി അത് മുതലെടുത്തു. പിന്നെ ഹരിയേട്ടൻ വരുന്നത് എനിക്ക് പേടിയായി. പക്ഷെ എനിക്ക് ആരോടും പറയാൻ പറ്റിയില്ല. ഞാൻ പറയുന്നത് കേൾക്കാനോ എൻ്റെ കൂടെ ഇരിക്കാനോ സമയം കിട്ടാത്ത അമ്മയുടെ അടുത്ത് എനിക്കത് പറയാൻ പേടിയായിരുന്നു. പിന്നെ സ്കൂളിൽ ഒട്ടും പഠിക്കാതെയായി, ഒരു ആക്ടിവിറ്റീസിനും പങ്കെടുക്കാതെയായി. അങ്ങനെ ആയപ്പോഴാണ് ടീച്ചേഴ്സ് എന്നെയും കൊണ്ട് കൗൺസിലിങ്ങിന് പോകുന്നത്. ഒരു 2-3 സെഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് കാര്യം പറഞ്ഞു. അങ്ങനെ അമ്മ അറിയുന്ന കുറേ നാൾ കേസും കൂട്ടമൊക്കെ ആയിട്ട് പോയി. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഗേൾസ് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചത്.
എനിക്ക് എല്ലാവരെയും പേടിയാ. ആര് തൊട്ടാലും പേടിയാ. അല്ലാതെ നിന്നോടൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല, സത്യമായിട്ട്. എല്ലാ ആണുങ്ങളും ഒരുപോലെ അല്ലല്ലോ. കരയല്ലേ? ഞാനുണ്ടോ തൻ്റെ കൂടെ അങ്ങോട്ട്? നമുക്കൊരുമിച്ച് ജീവിക്കണ്ടേ? ഇങ്ങനെ കാഴ്ചക്കാരായി മാത്രം ഇരുന്നാൽ മതി. ഇനി വെറും കാഴ്ചക്കാരായി മാത്രം ഒതുങ്ങേണ്ട, നിങ്ങൾക്കും കഥയുടെ ഭാഗമാകാം. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം കഥാപാത്രങ്ങൾ എന്ത് ചെയ്യണം, കഥ എങ്ങോട്ട് പോകണമെന്ന്. കൂടാതെ കഥാകഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എക്സൈറ്റിംഗ് ഗെയിംസുകൾ. സോ ഇപ്പോൾ തന്നെ AVF ഡൗൺലോഡ് ചെയ്യൂ ആൻഡ് സ്റ്റാർട്ട് ബിൽഡിംഗ് യുവർ സ്റ്റോറീസ്.